മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് BJP പിടിച്ചു. 12 വാർഡുകളാണ് BJP കരസ്ഥമാക്കിയത്. അരിമാളൂർ, മാറനല്ലൂർ ഓഫീസ് വാർഡ്, അരുവിക്കര, വെളിയങ്കോട്, മേലാരിയോട്, മണ്ണടിക്കോണം, മണ്ടന്നൂർ, വേട്ടമംഗലം, ഇരുത്താവൂർ, ഊരുട്ടമ്പലം, പെരുമുള്ളൂർ, മാറനല്ലൂർ എന്നീ വാർഡുകളാണ് BJPക്ക് സ്വന്തമായത്. NDA 12, LDF 8, UDF 2 എന്നിങ്ങനെയാണ് കക്ഷിനില. വിജയിച്ച സ്ഥാനാർത്ഥികളെയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെയും നേരിൽ കാണുന്നതിനും അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, BJP ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയവർ മാറനല്ലൂരിലെത്തി. കൂടുതൽ കാഴ്ചകളിലേക്ക്. കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ മാറനല്ലൂർ പഞ്ചായത്തിൽ ഇത്തവണ BJP നേതൃത്വം നൽകുന്ന NDA കേവല ഭൂരിപക്ഷം നേടി തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചേർന്ന് അവിശുദ്ധ സഖ്യത്തിലൂടെ ആ BJPയുടെ ഭരണത്തെ താഴെയിറക്കി. പക്ഷെ ഇത്തവണ ജനങ്ങള് BJPയെ കേവല ഭൂരിപക്ഷം നൽകി അധികാരത്തിലെത്തിച്ചിരിക്കുന്നു. ഇത് ഈ പഞ്ചായത്തിൽ നിലനിന്നിരുന്ന മാർക്സിസ്റ്റ് കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിന് ജനങ്ങൾ നൽകിയിട്ടുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ഈ BJPയുടെ തിളക്കമാർന്ന വിജയം എന്ന് ഭാരതീയ ജനതാ പാർട്ടി കരുതുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ തുടർന്നു വരുന്ന ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് BJPയുടെ ഇത്തവണത്തെ തിളക്കമാർന്ന ആവേശകരമാർന്ന വിജയം. ആകെയുള്ള 22 സീറ്റിൽ 12 സീറ്റ് നേടിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മാറനല്ലൂർ പഞ്ചായത്തിൽ ജൈത്രയാത്ര നടത്തിയത്. ഇത് ജനങ്ങളുടെ വിജയമാണ്. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ നൂറുകണക്കിന് പ്രവർത്തകന്മാരുടെ രാപ്പകലില്ലാതെ വിശ്രമമില്ലാത്ത പരിശ്രമത്തിലൂടെ നേടിയെടുത്ത വിജയമാണ്. ഞങ്ങൾ ഈ വിജയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഈ വിജയത്തിന്റെ പിന്നിൽ ശില്പികളായി മാറിയ നൂറുകണക്കിന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും പ്രവർത്തകന്മാർക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങൾ വരാനിരിക്കുന്ന 5 വർഷക്കാലം മാറനല്ലൂരിനെ വികസിത മാറനല്ലൂരാക്കി മാറ്റും. ഏറ്റവും വികസിതമായിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് മാറനല്ലൂരിനെ ഉയർത്തിക്കൊണ്ടുവരാൻ BJP നേതൃത്വം നൽകുന്ന NDA ഭരണകൂടം തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം 100% പാലിക്കും. കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ ഇതേപോലെ തന്നെ വെളപ്പിൽ പഞ്ചായത്തിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നു. 11 സീറ്റ് നേടിക്കൊണ്ട് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. വെളപ്പിൽ പഞ്ചായത്തിലും BJP NDA അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല, വിളവൂർക്കൽ പഞ്ചായത്തില് BJP 6 സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇതുപോലെ മലയങ്കീട് പഞ്ചായത്തിലും കാട്ടാക്കട പഞ്ചായത്തിലും പള്ളിച്ചൽ പഞ്ചായത്തിലും അത്ഭുതകരമായ വിജയവും മുന്നേറ്റവുമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയത്. കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ ലോകസഭാ മണ്ഡലത്തിലെ 8000 വോട്ടിന്റെ ഭൂരിപക്ഷം, അതിലും കവച്ചു വെക്കുന്ന ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP നേടിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ എല്ലാ ജനങ്ങൾക്കും വോട്ടർമാർക്കും ഈ അവസരത്തിൽ അവരുടെ വോട്ട് ചെയ്തതിന് നന്ദി പ്രകടിപ്പിക്കുകയാണ്. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.